ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ബാലൻസ് ആണ് റീസൺ ഫോർ ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം കൂടാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് എമർജൻസ് ഓഫ് വെൽഫെയർ ആൻഡ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്, അല്ലേ? ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ എമർജൻസി അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ എമർജൻസി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം കൂട്ടുകയാണ് ഉണ്ടാക്കിയത്, അല്ലേ? നമ്മളിപ്പം ഒരു സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അവരുടെ ആ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസ്ഡ് ആണെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റേറ്റ് എന്തായിട്ട് മാറുള്ളൂ, ഒരു ഡെമോക്രാറ്റിക് അഥവാ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം മനസ്സിലായി. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം എല്ലായിടത്തും എന്താണ്, ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്, വെൽഫെയർ സ്റ്റേറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ള റീസൺ. ജസ്റ്റ് വായിക്കാം. എമർജൻസ് ഓഫ് വെൽഫെയർ ആൻഡ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഹാസ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ദ സ്റ്റേറ്റ് ഹാസ് ടു നൗ സെർവ് ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ഇപ്പോൾ സ്റ്റേറ്റിന് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഉള്ള എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരെയും സേവിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ദിസ് എമൗണ്ട് ടു എൻഹാൻസ് റെസ്പോൺസിബിലിറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു എമൗണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും സേവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ പ്രൈവറ്റ് എക്കണോമിക് എൻ്റർപ്രൈസസ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ആ സ്റ്റേറ്റിലുള്ള എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ഉണ്ട്, പ്രൈവറ്റ് ഫേംസ് ഉണ്ടായിരിക്കും. അവരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫേം ആകുമ്പോൾ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ്, അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പം സ്റ്റേറ്റിന് വേണ്ടത് എന്താണ്, ജനങ്ങളുടെ ക്ഷേമമാണ്. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന പ്രൈവറ്റ് എക്കണോമിക് എൻ്റർപ്രൈസസിനെ എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ടുള്ള റെഗുലേഷനും കൺട്രോളും ഒക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ചെയ്യേണ്ടി വരും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ പ്രൈവറ്റ് എക്കണോമിക് എൻ്റർപ്രൈസസ് ടു മീറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രൈവറ്റ് എക്കണോമിക് എൻ്റർപ്രൈസസിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ജനങ്ങളുടെ ക്ഷേമമാണ്, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. ഓൾറെഡി നമുക്ക് എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ വരവോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പണ്ട് എന്തായിരുന്നു, ഒരു ഗ്രാമമായിരുന്നു, അല്ലെ? ഇന്ത്യ മൊത്തത്തിൽ ഗ്രാമമായിരുന്നു. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാമങ്ങൾ എന്തായിട്ട് മാറിയത്, നഗരങ്ങളായിട്ട് മാറിയത്. അപ്പം എവിടൊക്കെ ഇൻഡസ്ട്രീസ് വന്നു അവിടെ അതെല്ലാം എന്തായിട്ട് മാറി, നഗരങ്ങളായിട്ട് മാറി. അപ്പോൾ എന്താണ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ ഒരുപാട് സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യേണ്ടത് ആരുടെ ജോലിയാണ്, ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തിൻ്റെ സ്കോപ്പ് കൂടും, എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും, പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഒരു പ്രാധാന്യം അവിടെ ഉണ്ടാവും. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഗേവ് റൈസ് ടു സോഷ്യോ എക്കണോമിക് പ്രോബ്ലം മേക്കിംഗ് ദ ഗവൺമെൻറ് ടു അസ്യൂം ന്യൂ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി സച്ച് എസ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വർക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. പറഞ്ഞ കാര്യം തന്നെയാണ്. ഗവൺമെൻറ്റിന് പുതിയ റെസ്പോൺസിബിലിറ്റീസ് വരും. എന്താണ്, ഇപ്പം ഇൻഡസ്ട്രീസ് എല്ലാം ഓരോ സ്ഥലത്തായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ജോലി ചെയ്യണം. അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. ദ സ്റ്റേറ്റ് ഹാസ് എനാക്റ്റഡ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ്. അപ്പം സ്റ്റേറ്റിന് എന്താണ്, കുറേയധികം ഇൻഡസ്ട്രിയൽ ലോസ്, ലേബർ ലോസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇനാക്ട് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് ഇമ്പരേറ്റീവ് ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡ്യൂട്ടി എന്താണ്, ടു ഇംപ്ലിമെൻറ്റ് സച്ച് ലോസ്. ഈ പറയുന്ന നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് ആരാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ്. ഇൻ ഓർഡർ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ലേബർ വെൽഫെയർ. എന്തിനു വേണ്ടിയിട്ടാണ്, ലേബറിൻ്റെ ജോലിക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന ലോസ് എല്ലാം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ റീസൺ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഓൾറെഡി നമുക്കറിയാം, പണ്ട് നമ്മളൊരു ഗവൺമെൻറ്
ഗവൺമെൻറ് ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ മൊത്തം ഫയൽസ് ആയിരുന്നു അല്ലേ. ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫയൽ കാണാൻ പറ്റുമോ? പറ്റില്ല. നമ്മളവിടെ കാണുന്നത് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് ടെലിഫോൺ, ടെലിഗ്രാഫ്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതർ മെക്കാനിക്കൽ ഡിവൈസസ് സച്ചസ് ടൈപ്പ് റൈറ്റർ, ടെലി പ്രിൻ്റർ ആൻഡ് കാൽക്കുലേറ്റർ, photocopying machine, computers, fax and the electronic mail has brought revolutionary changes in office administration. ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ഡിവൈസസ് മൂലം ഉണ്ടായിട്ടുണ്ട്. ഓൾ ദീസ് ഹാവ് മെയ്ഡ് പോസിബിൾ ബിഗ് ഗവൺമെൻറ് ആൻഡ് ലാർജ് സ്കെയിൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ പറയുന്ന എന്താണ് മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്? ഒരു ബിഗ് ഗവൺമെൻറ് അവിടെ പോസിബിൾ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ പോസിബിൾ ആകുന്നു. ഇപ്പോൾ പണ്ടൊരു നമുക്ക് എന്താണ് പണ്ടിപ്പോൾ ഒരു ഗവൺമെൻറ് എല്ലായിടത്തും ഗവൺമെൻറ് ഓഫീസസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസസ് കൂടുതലായിരുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഏരിയാസേ പറ്റുള്ളൂ. കാരണം എന്താണ്, എല്ലാം എന്താണ് ഈ പറയുന്ന ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്, അവർ മാനുവലിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. അപ്പം അവിടെ മനുഷ്യൻ്റെ എഫേർട്ട് കൂടുതലായിരുന്നു അല്ലേ, അവൻ്റെ ജോലി കൂടുതലായിരുന്നു. ഇപ്പം എന്താണ്, അവൻ്റെ ജോലി എളുപ്പമാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കോർപ്പറേഷനോ ഒരു ഗവൺമെൻറ് ഓഫീസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ്? ദ റെവല്യൂഷൻ ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഇംപ്രൂവ്ഡ് ഡെലിവറി ഓഫ് സർവീസസ് ടു പീപ്പിൾ. അപ്പം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സേവനം ചെയ്യണം അല്ലേ. അപ്പോൾ ആ സേവനം ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്ഡ് ആയിട്ട് മാറി. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, മുമ്പ് നമുക്കിപ്പോൾ ഒരു ID കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഓഫീസിൽ പോകണം. അപ്പോൾ അവർ നമ്മളെന്താണ് സെർവ് ചെയ്യുകയാണ് അല്ലേ, നമ്മളെ സേവിക്കുകയാണ്. അപ്പം അതിന് ഒരുപാട് കാലതാമസം എടുക്കും, നമ്മളുടെ ആ ഒരു ദിവസം പോകും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് ഡിലേയ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താണ്, നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് നമുക്ക് ഓൺലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലെത്തും. അപ്പം ഈ പറയുന്ന ഡെലിവറി ഓഫ് സർവീസസ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ആക്കാൻ എന്തിനെ കൊണ്ട് സാധിച്ചു? ഈ പറയുന്ന ICT കൊണ്ട് സാധിച്ചു. അപ്പം എന്താണ്, റെവല്യൂഷൻ ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഇംപ്രൂവ്ഡ് ഡെലിവറി ഓഫ് സർവീസസ്. അപ്പം സർവീസ് ഡെലിവറി കൂടുതൽ ഇംപ്രൂവ്ഡ് ആയി. ഓക്കെ, ഇനി നമുക്ക് എക്കണോമിക് പ്ലാനിംഗ് ആണ് അവസാനത്തതാണ് നോക്കാനുള്ള. സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിംഗ് ഹാസ് ബീൻ പർസ്യൂഡ് ഇൻ മെനി ഡെവലപ്പിംഗ് കൺട്രീസ് ആസ് എ മെത്തേഡ് ഫോർ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മുടെ സ്റ്റേറ്റിൽ സാമൂഹികപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിംഗ് അവിടെ ഉണ്ടായിരിക്കണം. ഇറ്റ് റിക്വയർസ് എ ലാർജ് നമ്പർ ഓഫ് എക്സ്പെർട്ട്. അതിന് എന്താവശ്യമാണ്? ഒരുപാട് എക്സ്പേർട്സ് ആവശ്യമാണ്, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമുക്ക് വേണം. ഇറ്റ് റിക്വയർസ് എ ലാർജ് നമ്പർ ഓഫ് എക്സ്പേർട്സ് ആൻഡ് എലാബറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഫോർ പ്ലാൻ ഫോർമുലേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ എന്താണ്, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാൻ ചെയ്യാൻ, കൃത്യമായിട്ടുള്ള ഫോർമുലേഷൻസ്, ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ്, ഇവാലുവേഷൻ, ഇതിനെല്ലാം വേണ്ടിയിട്ട്. അപ്പം അവിടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം അവിടെ കൂടുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.